ഹായ് എവരിവൺ. നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ ക്ലാസ് ആണ് നോക്കുന്നത്. നമ്മളതിൽ 5ാമത്തെ മൊഡ്യൂളായ ഫൗണ്ടേഷൻസ് ഇൻ ലൈഫിലെ ബയോ ഫിസിക്കൽ കെമിസ്ട്രി ആണ് പഠിക്കുന്നത്. അപ്പൊ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ വരുന്ന ഭാഗമാണ് ബയോ ഫിസിക്കൽ കെമിസ്ട്രി. നമ്മളിതിന്റെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കുന്ന തെർമോഡൈനാമിക്സ്, ഫ്രീ എനർജി, സ്പോണ്ടേനിറ്റി, Ka അസിഡിറ്റി ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, pH, pKa, ഹെൻഡർസൺ ഹാസൽബാച്ച് ഇക്വേഷൻ, ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ബയോ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഹൈ എനർജി കോമ്പൗണ്ട്സ്, കപ്പിൾഡ് റിയാക്ഷൻസ്, ബയോളജിക്കൽ ബഫേഴ്സ്, അങ്ങനെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ബയോ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ലോസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും തെർമോഡൈനാമിക്സിൽ 4 ലോസ് ആണുള്ളത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, സീറോ. 4 ലോസ് ആണ് തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹീറ്റിന്റെ ഫ്ലോയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സയൻസിലെ ഒരു ബ്രാഞ്ചാണ്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോ. അപ്പൊ ഫ്ലോ ഓഫ് ഹീറ്റിനെ കുറിച്ച് പഠിക്കുന്ന സയൻസിലെ ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. നമ്മളത് ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാത്തിലും തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ തെർമോഡൈനാമിക്സിലെ ഓരോ ലോസും, ഇപ്പൊ 4 ലോസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതില് ഓരോ ലോസും ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. So first of thermodynamics deals with the concept of energy. എനർജി എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ലോ. എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഓരോ ലോയും എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആലോചിക്കുക, ഫസ്റ്റ് ലോ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എനർജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇങ്ങനെയാണ്: ഇറ്റ് ഡീൽസ് വിത്ത് ദ ലോ ഓഫ് എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷൻ ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദാറ്റ് ഈസ് energy can neither be created nor be destroyed, but it can be transferred from one form to another. അതായത് എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല, നശിപ്പിക്കാനും സാധിക്കില്ല, പക്ഷെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. എനർജി കൺസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു ലോയാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇതിലാണ് ഇന്റേണൽ എനർജിയെ കുറിച്ച് പറയുന്നത്. ഇന്റേണൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ്. ഇന്റേണൽ എനർജിയെ കുറിച്ച് പറയുന്നത് ഈ ഒരു ലോയിലാണ്. അപ്പൊ ലോ ഓഫ് എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഇങ്ങനെയാണ്: എനർജി ഫസ്റ്റ് ഡീൽ ചെയ്യുന്ന കോൺസെപ്റ്റ് തന്നെ എനർജിയെ കുറിച്ചിട്ടാണ്. അതായത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്തെയാണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എത്രത്തോളം ഇന്റേണൽ എനർജി ചേഞ്ച് വന്നിട്ടുണ്ട്. ക്യൂ കാണിക്കുന്നത് ഹീറ്റിനെയാണ്, അതുപോലെ ഡബ്ല്യു കാണിക്കുന്നത് വർക്കിനെയാണ്. ഓക്കെ, അപ്പൊ this is the mathematical form of law of thermodynamics. ക്ലിയർ അല്ലേ? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എന്തായിരിക്കും? എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസൊലേറ്റഡ് ക്ലിയർ അല്ലേ? അപ്പൊ ഇന്റേണൽ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയും എന്ന് പറയുന്നു. മാസ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എക്സ്റ്റെൻസീവും, മാസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റൻസീവും. ഓർത്ത് വയ്ക്കാൻ എളുപ്പം ഇൻഡിപെൻഡന്റിൽ ഇന്നും ഇന്റൻസീവിൽ ഇന്നും. ഇൻഡിപെൻഡന്റ് ഇന്റൻസീവ്, ഡിപ്പെൻഡന്റ് എക്സ്റ്റെൻസീവ്. അപ്പൊ ഇന്റേണൽ എനർജി എന്താണ്?
എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, അതായത് മാസ് ഡിപ്പെൻഡന്റ് പ്രോപ്പർട്ടിയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. പിന്നെ ഐഡിയൽ ഗ്യാസിന് ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. യു എന്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് മാത്രമാണ് വരുന്നത്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. പിന്നെ ആലോചിക്കേണ്ട സൈൻ കൺവെൻഷൻസ് ആണ് പറയുന്നത്. ഡബ്ല്യു വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യു പോസിറ്റീവ് ആണ്. അതായത് നമ്മുടെ സിസ്റ്റം, ഇന്തൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് അതിലേക്കാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ ഡബ്ല്യു പോസിറ്റീവും, ഇനി സിസ്റ്റമാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ ഡബ്ല്യു നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, സൈൻ കൺവെൻഷൻസ് ഓർമ്മ വേണം. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഓർമ്മയാണ്. on the system, W is positive and work done by the system, W is negative. അപ്പൊ എന്തായിരുന്നു അതിന്റെ ഫോർമുല ഓർമ്മയുണ്ടല്ലോ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അതുപോലെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ക്യൂ പോസിറ്റീവ്, ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ക്യൂ പോസിറ്റീവ്, ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എനർജിയുടെ കൺസർവേഷനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ എന്ന ക്വാളിറ്റി ഓഫ് എനർജി. എവിടെ നിന്നാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്? കൂടുതൽ നിന്ന് കുറവിലേക്കാണോ, അല്ലെങ്കിൽ കുറഞ്ഞവിടെ നിന്ന് കൂടുതലേക്കാണോ, അല്ലെങ്കിൽ എനർജിയുടെ ക്വാളിറ്റി, അതിനെ കുറിച്ചൊന്നും നമുക്ക് ഈ ഫസ്റ്റ് ലോ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ലോ പഠിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ ഇക്വേഷൻ, അതിന്റെ സൈൻ കൺവെൻഷൻസ്, അതിൽ പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നോക്കുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്ന ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സിനും അവിടെ എസ്കലേഷനിൽ എൻട്രോപ്പി ഉണ്ടാവും, അതായത് എൻട്രോപ്പി കൂടുതൽ ആയിരിക്കും. നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും എന്തായിരിക്കും? ഇറ്റ് ലീഡ്സ് ടു എസ്കലേഷനിൽ എൻട്രോപ്പി. അങ്ങനത്തെ ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. സ്പോണ്ടേനിയസ്ലി ഒക്കറിംഗ് പ്രോസസ് വിൽ ഓൾവേസ് ലീഡ് ടു എസ്കലേഷൻ ഇൻ ദ എൻട്രോപ്പി. എസ്കലേഷൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കൂടുക എന്നതാണ് അർത്ഥം. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി വിൽ നെവർ ഡിക്രീസ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറയില്ല. എപ്പോഴും എൻട്രോപ്പി കൂടിക്കൂടിയേ വരികയുള്ളൂ. സോ ഇൻക്രീസ്ഡ് എൻട്രോപ്പി, ഇൻക്രീസ്ഡ് എൻട്രോപ്പി എന്നറിയപ്പെടുന്ന ലോ എന്തായിരുന്നു? സെക്കൻഡ് ലോ ആണ്. അപ്പൊ സെക്കൻഡ് ലോ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് എന്തിനെ കുറിച്ചാണ്? സെക്കൻഡ് ലോ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് എന്തിനെ കുറിച്ചാണ്? എൻട്രോപ്പിയെ കുറിച്ചാണ്. ഫസ്റ്റ് ലോ കൊണ്ടുവന്നത് എനർജിയെ കുറിച്ചാണെങ്കിൽ സെക്കൻഡ് ലോ കൊണ്ടുവരുന്നത് എൻട്രോപ്പിയെ കുറിച്ചാണ്. അപ്പൊ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പല തരത്തില് പറയാൻ സാധിക്കും. അതിൽ ആദ്യം പറയുന്ന ഒരു രീതിയാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. It clearly explains that it is impossible to convert heat energy into mechanical energy with 100% efficiency. നമുക്ക് 100% efficiency കൂടി എനർജി ആയി കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിൽ കുറച്ച് വേസ്റ്റ് ആയിട്ട് ഹീറ്റ് എനർജി പോകുന്നുണ്ട്. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇംപോസിബിൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, to convert heat energy into mechanical energy with 100% efficiency. അതുപോലെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഒരു സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസ് നമുക്ക് ഫുൾ ആയിട്ട് കോൾഡ് ബോഡിയിൽ നിന്ന് വാർം ബോഡിയിലേക്ക് വർക്ക് ചെയ്യാതെ ഒന്നും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഇപ്പോ ഒരു വസ്തു ഉണ്ട്, അതേസമയം വേറൊരു തണുത്ത വസ്തു ഉണ്ട്. ഇവിടുന്ന് എവിടേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? അത് തിരിച്ചു നടക്കണമെങ്കിൽ അവിടെ ചൂടുള്ള വസ്തുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അവിടെ ചെയ്യണം. നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ കാര്യം ആലോചിച്ച് പോകും. സർഫസിലേക്കാണ് വെള്ളം വീഴുന്നത്. ഇനി താഴെ നിന്ന് മേലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, താഴത്തെ വെള്ളം മേലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഒരു മോട്ടോർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എനർജി ഒരിക്കലും ലോ ടെമ്പറേച്ചർ ഒബ്ജക്റ്റിൽ നിന്ന്
ഹയർ ടെമ്പറേച്ചർ ഒബ്ജക്റ്റിലേക്ക് സ്പോണ്ടേനിയസ്ലി ഫ്ലോ ചെയ്യില്ല. നമ്മൾ എക്സ്റ്റേണൽ വർക്ക് നടത്തിയാൽ മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ. അതുപോലെ നെറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത് ഒരു ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്നും കോൾഡ് ഒബ്ജക്റ്റിലേക്കായിരിക്കും. ചൂടുള്ള വസ്തുവിൽ നിന്നും തണുത്ത വസ്തുവിലേക്കായിരിക്കും എപ്പോഴും ഈ ട്രാൻസ്ഫർ സ്പോണ്ടേനിയസ് ആയി നടക്കുന്നത്. അവിടെ നമ്മൾ വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് നാച്ചുറലി നടക്കുന്ന പ്രോസസ്സാണ്. അതേസമയം തിരിച്ചു ചെയ്യുന്നതാണെങ്കിൽ തണുത്ത പ്രതലത്തിൽ നിന്നും ചൂടുള്ള പ്രതലത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ആയിട്ട് വർക്ക് ചെയ്യണം. സോ ഇറ്റ് വിൽ നോട്ട് സ്പോണ്ടേനിയസ്. ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്റർ ഒക്കെ ചെയ്യുന്നത് ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിൻസിപ്പിൾ വഴിയാണ്. അപ്പൊ ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റും കെൽവിൻ സ്റ്റേറ്റ്മെന്റും ബോത്ത് ആർ ഇക്വലന്റ് ബട്ട് ദേ ആർ കൺവേയിങ് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ചെയ്യുന്നത്. അതുപോലെ ഫാദർ ഓഫ് തെർമോഡൈനാമിക്സ് എന്നറിയപ്പെടുന്നത് കാർനോട്ട് ആണ്. പ്രൊപ്പോസ് ദ കാർനോട്ട് തിയറം. കാർനോട്ട് എഞ്ചിനൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സിലബസിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ സെക്കൻഡ് ലോ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ് ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ എത്ര ഡിസോർഡർനെസ് ഉണ്ട് അല്ലെങ്കിൽ റാൻഡംനെസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് എൻട്രോപ്പി. ആൻഡ് വിച്ച് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ഓഫ് എനർജി. നമ്മൾ ഫസ്റ്റ് ലോയിൽ ഒരു പോരായ്മയായിട്ട് പറഞ്ഞത് എനർജിയുടെ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാന്നില്ലെന്നാണ്. അപ്പൊ സെക്കൻഡ് ലോയിൽ ആ എനർജിയുടെ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡെക്സ് ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹീറ്റ് ഒരു വസ്തു ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? എൻട്രോപ്പി കൂടുന്നു. മാത്തമാറ്റിക്കലി വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എപ്പോഴും എൻട്രോപ്പി എന്താവണം? കൂടി കൂടി ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ എന്തൊക്കെയാ പറഞ്ഞത് എന്ന്. ഇനി നമ്മൾ നോക്കുന്നത് തേർഡ് ലോയെ കുറിച്ചാണ്. തേർഡ് ലോ ഡീൽസ് വിത്ത് അബ്സല്യൂട്ട് എൻട്രോപ്പി. തേർഡ് ലോ എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? അബ്സല്യൂട്ട് എൻട്രോപ്പിയെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഡീൽ ചെയ്തത് എനർജി ആയിരുന്നു. സെക്കൻഡ് ലോ ഡീൽ ചെയ്തത് എൻട്രോപ്പി ആയിരുന്നു. തേർഡ് ലോ ഡീൽ ചെയ്യുന്നത് അബ്സല്യൂട്ട് എൻട്രോപ്പി. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ സയന്റിസ്റ്റ് നാൻസ്. നാൻസ് പറയുന്നത് 0 കെൽവിൻ ടെമ്പറേച്ചർ ഉള്ള ഒരു സിസ്റ്റത്തിന് എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും. ഒരു ഡിസോർഡറും അതിലുണ്ടാവില്ല. 0 കെൽവിൻ ടെമ്പറേച്ചർ ഉള്ള ഒരു സിസ്റ്റത്തിന്, ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിന്റെ എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പൊ മൈക്രോസ്റ്റേറ്റ്സിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ എൻട്രോപ്പി കൂടുതലായിരിക്കും. 0 കെൽവിൻ ആവുന്ന സമയത്ത് സിസ്റ്റത്തിൽ ഹീറ്റ് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ആറ്റംസും മോളിക്യൂൾസിലും ലോവസ്റ്റ് എനർജി പോയിന്റ്സിലായിരിക്കും. അതായത് അവയ്ക്കെല്ലാം ഒറ്റ മൈക്രോസ്റ്റേറ്റ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസോർഡർനെസ് ഉണ്ടാവില്ല. സോ എൻട്രോപ്പി വിൽ ബി 0. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിന് എൻട്രോപ്പി 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നാൻസ് സ്റ്റേറ്റ്മെന്റ് വേറൊരു രീതിയിൽ പറയാം. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വഴി നമുക്ക് ഒരിക്കലും ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പിയെ 0 ആക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ഓപ്പറേഷൻസ്. അപ്പൊ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എസ് ഇസ് ഈക്വൽ ടു കെ ബി എൽ എൻ. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻട്രോപ്പി. കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. എൽ എൻ നാച്ചുറൽ ലോഗരിതം. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. എസ് ഇസ് ഈക്വൽ ടു കെ ബി എൽ എൻ ഡബ്ല്യു ആണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓഫ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു. രണ്ടാമത്തെ ഇത് പറയുന്നത് ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. മൂന്നാമത്തെ പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു കെ ബി എൽ എൻ ഡബ്ല്യു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്
ടെമ്പറേച്ചർ എന്ന ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ്. അവിടെ ഡീൽ ചെയ്യുന്നത് ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. ആക്ച്വലി ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലോ ഇതിന് ശേഷമാണ് സീറോത്ത് ലോ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് അതിന് ഫോർത്ത് ലോ എന്ന് പറയാതെ സീറോത്ത് ലോ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പൊ തെർമൽ ഇക്വിലിബ്രിയത്തെ കാണിക്കുക അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക ഒക്കെയാണ് സീറോത്ത് ലോ പറയുന്നത്. ഇത് പറയുന്ന കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. 3 സിസ്റ്റംസ് ഉണ്ട്, എ, ബി, സി. എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, അതുപോലെ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എയും സിയും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നതാണ് സീറോത്ത് ലോ പറയുന്നത്. എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ ആൻഡ് സി വിൽ ഓൾസോ ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം. It is the concept of zeroth law of thermodynamics. When A is in thermal equilibrium with B and also with C, then B and C will be in thermal equilibrium. അതായത് ടെമ്പറേച്ചർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട ലോ ആണ് സീറോത്ത് ലോ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദേ ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, ഒരേ ടെമ്പറേച്ചറിലുള്ള ഇതായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. നമ്മളിപ്പോ പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന പോലെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് തന്നെ ഈ സീറോത്ത് ലോ വഴിയാണ്. അപ്ലിക്കേഷൻ ആണ് തെർമോമീറ്ററിൽ വരുന്നത്. തെർമോമീറ്ററിലെ മെർക്കുറിയും ബോഡി ടെമ്പറേച്ചറും തമ്മിൽ ഇക്വിലിബ്രിയത്തിലാവുന്നു. അങ്ങനെയുള്ള സമയത്താണ് അതിനുള്ളിലുള്ള മെർക്കുറി റൈസ് ചെയ്ത് കറക്റ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ലോ ആദ്യം പഠിച്ചു. ഫസ്റ്റ് ലോ എന്തിനെ കുറിച്ചായിരുന്നു? എനർജിയിൽ പറഞ്ഞ ഇന്റേണൽ എനർജി മാത്തമാറ്റിക്കൽ ഫോം ആയിരുന്നു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അതില് ഡബ്ല്യു ഈസ് പോസിറ്റീവ് ഇഫ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ഡബ്ല്യു ഈസ് നെഗറ്റീവ് ഇഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, മറക്കരുത്. അതുപോലെ തന്നെ Q is positive if heat absorbed. അതുപോലെ Q is negative when heat released. ഫസ്റ്റ് ലോ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ലോ ആയിരുന്നു. നമ്മൾ സെക്കൻഡ് ലോയിൽ എന്താണ് പഠിച്ചത്? സെക്കൻഡ് ലോ പറയുന്നത് ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സിനും എൻട്രോപ്പി കൂട്ടുന്നു. അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിരുന്നു ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതിലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും പറഞ്ഞു, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും പറഞ്ഞു. ബോത്ത് ആർ ഇക്വാലന്റ്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? തേർഡ് ലോവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. തേർഡ് ലോയിൽ എന്താ പറയുന്നത്? 0 കെൽവിൻ സിസ്റ്റത്തിലുള്ള ഒരു വസ്തുവിന്റെ എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടുത്തെ ഇക്വേഷൻ എസ് ഈക്വൽ ടു കെ.ബി. ln.W. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് സീറോത്ത് ലോ ആണ്. സീറോത്ത് ലോയിലാണ് ടെമ്പറേച്ചർ തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അതിലാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത കോൺസെപ്റ്റ് ആണ് ഫ്രീ എനർജി, അതുപോലെ തന്നെ സ്പോണ്ടേനിറ്റി. അപ്പൊ പല കെമിക്കൽ ഫിസിക്കൽ എനർജി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള എനർജിയാണ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എനർജി ആഡ് ചെയ്യാതെ നടക്കുന്ന പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ഇപ്പൊ ഉദാഹരണത്തിന് ഉയർന്ന സർഫസിൽ നിന്നും താഴത്തെ സർഫസിലേക്ക് വെള്ളം വീഴുന്നത് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാതെ അഡീഷണൽ എനർജി ഇല്ലാതെയാണ് അത് നടക്കുന്നത്. അതൊക്കെ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അത് ചിലപ്പോൾ വേഗത്തിൽ നടക്കാം, ചിലപ്പോൾ വെള്ളം നടക്കാം. എന്നാലും അത് കൈനറ്റിക്സുമായിട്ടോ റിയാക്ഷൻ റേറ്റുമായിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് പ്യുവർലി റിലേറ്റഡ് ടു തെർമോഡൈനാമിക്സ്. അതുകൊണ്ട് തന്നെ അതിന് എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവണമെന്നും ഒരു ആവശ്യമില്ല. പക്ഷെ ആലോചിക്കണം, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ്.
അത് ആലോചിക്കണം. ഡെൽറ്റ ജി നെഗറ്റീവ് ആവുമ്പോഴാണ് സ്പോണ്ടേനിയസ് പ്രോസസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. എൻഡോതെർമിക് ആണെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ആണ്, അപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവും. എക്സോതെർമിക് ആണെങ്കിൽ ഹീറ്റ് റിലീസ്ഡ് ആണ്, അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവും ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 കോമ്പിനേഷൻസ് കാണാം. ആദ്യത്തെ കോമ്പിനേഷൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. എൻഡോതെർമിക് എക്സോതെർമിക് ആണ്, അപ്പൊ ഡെൽറ്റ എച്ച് എന്താണ്? നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ ഇത് നെഗറ്റീവ് ആണ്, ഈ ഒരു ടേം എന്താണ്? നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി വിൽ ഓൾവേസ് ബി നെഗറ്റീവ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലും ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ഇനി അടുത്തത് ഡെൽറ്റ എച്ച് പോസിറ്റീവ്. അടുത്തത് എന്താ പറയുന്നത്? ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അതിൽ തന്നെ ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, ലോവർ ടെമ്പറേച്ചറിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴും ആലോചിക്കുക, ഡെൽറ്റ ജി നെഗറ്റീവ് ആവുമ്പോഴാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് നടക്കുക എന്നുള്ളത്. അതുപോലെ അടുത്ത കോമ്പിനേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി വിൽ ഓൾവേസ് പോസിറ്റീവ് സ്പോണ്ടേനിയസ്. ഈ കാര്യങ്ങൾ തന്നെയാണ് താഴെ പറയുന്നത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്ന സമയത്ത് പ്രോസസ് എക്സർഗോണിക് ആവും, അപ്പൊ അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നു. ഡെൽറ്റ ജി പോസിറ്റീവ് ആവുന്ന സമയത്ത് അത് എൻഡർഗോണിക് ആണ്, ആൻഡ് ഇറ്റ് വിൽ നോട്ട് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി ഈക്വൽ ടു 0 ആണെങ്കിൽ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് റിയാക്ഷൻ വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. മനസ്സിലായോ? പിന്നെ പറഞ്ഞതാണ് എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം കൂടുകയാണെങ്കിൽ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് അറ്റ് ഓൾ ടെമ്പറേച്ചർ, അപ്പോൾ ഓൾവേസ് സ്പോണ്ടേനിയസ്. ഇനി എൻഡോതെർമിക് ആണെങ്കിൽ എൻട്രോപ്പി കുറയുകയാണ് ചെയ്തെച്ചാൽ അത് ആ പ്രോസസ് ഇപ്പോഴും നെവർ സ്പോണ്ടേനിയസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റിയിൽ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോക്കുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്സ് ആണ്. ഇപ്പൊ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് വീക്ക് ആസിഡ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് Ka എന്ന് പറയുന്നത്. Ka. It is used to differentiate between strong acids and weak acids. നന്നായിട്ടാണ് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യാൻ വെച്ചാൽ Ka വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ സ്ട്രോങ് ആസിഡ്സ് ഡിസോസിയേഷൻ കൂടുതലായിരിക്കും, വീക്ക് ആസിഡ്സിന് ഡിസോസിയേഷൻ കുറവായിരിക്കും. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയാണ് Ka എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനൊരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ HA പ്ലസ് H2O ഗിവ്സ് H3O പ്ലസ് പ്ലസ് A മൈനസ്. ഇതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് ഇതാണ് പ്രോഡക്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഈ H2O ഇങ്ങോട്ട് പോവുക, അപ്പൊ KH2O ഇസ് ഈക്വൽ ടു ഇങ്ങനൊരു ഇത് വരും Ka. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ്, അതിനെയാണ് നമ്മൾ Ka എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് ബൈ HA. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് H3O പ്ലസിന് H പ്ലസ് ആക്കാം. അപ്പൊ സിംപ്ലി വി ക്യാൻ റിട്ടൺ ആസ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. അതില് Kയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അവിടെ പഠിക്കുന്ന ഇക്വേഷൻ ആണ് pKa, which is equal to minus logarithm of Ka. ഇപ്പൊ Kയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അവിടെ pKയുടെ വാല്യൂ കുറവായിരിക്കും, അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ Kയുടെ വാല്യൂ കൂടുന്ന സമയത്ത് ഡിസോസിയേറ്റ് ചെയ്യും സ്ട്രോങ് ആസിഡ്സ് ആയിരിക്കും. ഇപ്പൊ pKയുടെ വാല്യൂ വളരെ കുറവായിരിക്കും, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. ഇനി Kയുടെ വാല്യൂ കുറവാണെങ്കിൽ pKയുടെ വാല്യൂ കൂടുതലായിരിക്കും, അപ്പൊ വീക്ക് ആസിഡ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ റേഞ്ച് പറയാം -2 to 12 ആണ്.
പി എച്ചിനേക്കാളും കുറച്ചും കൂടെ ആസിഡിന്റെ സ്ട്രെങ്തിനെ പറയാൻ പറ്റുന്ന ടേം കെ എ ആണ്. കാരണം ആസിഡ്സിനെ കുറിച്ച് മാത്രമാണ് കെ എ പറയുന്നത്. എന്നാൽ പി എച്ച് എന്ന് പറഞ്ഞാൽ അത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയുന്നതാണ്. ആസിഡിൽ തന്നെ സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡോ എന്ന് പറയാൻ കൂടുതൽ സാധിക്കുന്നത് കെ എയുടെ ടേം ഉപയോഗിച്ചുകൊണ്ടാണ്. പവർ ഓഫ് ഹൈഡ്രജൻ സൊല്യൂഷൻ ആസിഡിറ്റി ഓഫ് ബേസിസിറ്റി. ഒരു സൊല്യൂഷൻ ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയുന്നതിന്റെ ഒരു ന്യൂമറിക്കൽ മെഷർ ആണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 0 മുതൽ 14 വരെയാണ് വേരി ചെയ്തിട്ടുള്ളത്. അപ്പൊ 0 മുതൽ 14 0 ഉണ്ട്. 0 to 7 ആണെങ്കിൽ 7 to 14 ആണെങ്കിൽ ബേസ്, 7 ആണെങ്കിൽ ന്യൂട്രൽ, അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ലോ പി എച്ച് ആണെങ്കിൽ മോസ്റ്റ് അസിഡിക് ആയിരിക്കും, ഹൈ പി എച്ച് ആണെങ്കിൽ മോസ്റ്റ് ബേസിക് ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ ട്രെൻഡ് വരുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻസിന് എച്ച് പ്ലസിന്റെ അല്ലെങ്കിൽ H3O+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗരിതം ഓഫ് H+, which is equal to മൈനസ് ലോഗരിതം ഓഫ് H3O+. അപ്പൊ H+ അല്ലെങ്കിൽ H3O+ന്റെ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ എക്സ്പോണൻഷ്യൽ എടുക്കുക, which is equal to 10⁻⁻⁻. നമുക്ക് എക്സാംസിന് പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ പി എച്ച്, ഒരു സൊല്യൂഷന്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു സൊല്യൂഷന്റെ റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ച് ഒരു ഇൻസ്റ്റന്റേനിയസ് ഐഡിയയും തരില്ല. ഒരു സ്ട്രോങ് ആസിഡ് പർച്ചേസ് ചെയ്യാൻ എടുത്തു അല്ലെങ്കിൽ H2SO4 1 നോർമൽ സൊല്യൂഷന്റെ പി എച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ അത് 0 ആണ് കാണിക്കുന്നത്. ഹയർ കോൺസെൻട്രേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഈ പി എച്ച് നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാമിഡ് അസിഡിറ്റി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ പി എച്ചും പി ഒ എച്ചും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 14 ആയിരിക്കണം. അപ്പൊ സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസിന്റെ പി എച്ച് ഒരിക്കലും ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യില്ല. വീക്ക് ആസിഡിന്റെ പി എച്ച് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. വീക്ക് ബേസിന്റെ പി എച്ച് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് കെ എയും പി എച്ചും പി കെയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള അതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി പഠിക്കുന്നത് ഹെൻഡർസൺ ഹസൽബാച്ച് ഇക്വേഷൻ ആണ്. പി എച്ചും പി കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൻഡർസൺ ഹസൽബാച്ച് ഇക്വേഷൻ ചെയ്യുന്നത്. ഇത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസിൽ ഒരിക്കലും യൂസ് ചെയ്യുന്നത്, അതായത് ഒരുപാട് ലോ പി എച്ച് അല്ലെങ്കിൽ ഒരുപാട് ഹൈ പി എച്ച് ആയിട്ടുള്ള അത്രയും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറയുന്നത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതായിരുന്നു. H2O റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? A- H3O+ ഉണ്ടാകും. അപ്പൊ ഇതാണ് ഇതിലെ ആസിഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ആസിഡ്, ഇതാണ് ഇതിന്റെ ബേസ്. ആസിഡിൽ നിന്നും H+ പോയാൽ കിട്ടുന്നത് കോൺജുഗേറ്റ് ബേസ്, കോൺജുഗേറ്റ് ആസിഡ്. അപ്പൊ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? pKa+ ലോഗരിതം ഓഫ് കോൺജുഗേറ്റ് ബേസ്. ഇവിടെ കോൺജുഗേറ്റ് ബേസ് ഏതാണ്? A- വീക്ക് ആസിഡ്. വീക്ക് ആസിഡ് ഏതാണ്? HA. This is the Henderson-Hasselbalch equation. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക്കലി ചെയ്താൽ pH = pKa+ ലോഗരിതം ഓഫ് A-/HA. ഇതാണ് ഹെൻഡർസൺ-ഹസൽബാച്ച് ഇക്വേഷൻ പറയുന്നത്. ഇവിടെ pKh കാണിക്കുന്നത്. നമ്മൾ ഏത് ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ പി എച്ചും പി കെയും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? pH 1 ആവുന്ന സമയത്താണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പി കെയുടെ കൂടി ആ ലോഗരിതം വാല്യൂ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് pH കിട്ടുന്നത്. ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ അപ്രോക്സിമേഷൻ ആണ്. ഈ അപ്രോക്സിമേഷൻ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. അടുത്തതാണ് ബയോളജിക്കൽ ബഫേഴ്സ്. ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബേസിന്റെ സാൾട്ട്, അതിന്റെ മിക്സ്ചറിനെയാണ് ബഫർ എന്ന് പറയുന്നത്. which resists the change in pH upon addition of acid or base. ആസിഡോ ബേസോ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന pH ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന mixture of weak acid and salt of conjugate base ബഫർ എന്ന് പറയുന്നത്.
റിവേഴ്സിബിൾ റിയാക്ഷൻ നടത്തിയിട്ടാണ് ആ ഒരു എഫക്റ്റ് അവിടെ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ ഒരു ബഫറിന് എത്രത്തോളം പി എച്ചിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ബഫർ കപ്പാസിറ്റി എന്ന ടേം ഉപയോഗിക്കുന്നത്. അതുപോലെ ബയോളജിക്കൽ ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗാനിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റ് കാണിക്കുന്ന ഓർഗാനിക് സബ്സ്റ്റൻസിനെയാണ് ബയോളജിക്കൽ ബഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലും ഒരു ബഫർ ഉണ്ട്. ഇപ്പൊ ബ്ലഡ് സൊല്യൂഷൻ ഒരു ബഫറാണ്. അത് അതിന്റെ പി എച്ച് ഒപ്റ്റിമം ആയിട്ട് വെക്കാനാണ് ഇങ്ങനത്തെ ബഫേഴ്സ് ശ്രമിക്കുന്നത്. ബയോളജിക്കൽ ബഫർ ആവണമെങ്കിലുള്ള കണ്ടീഷൻസ് വാല്യൂ ഉണ്ടാവേണ്ടത്. in organic solvents. They should not exhibit any toxicity, ഒരു ടോക്സിസിറ്റിയും കാണിക്കരുത്. They should not interfere with any biological process or interfere ചെയ്യരുത്. Ionic composition of the medium and temperature should have minimal effect of buffering capacity. അതിനെന്തായിരിക്കാം ionic composition buffering capacity അത് എൻസൈം ഡിഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേബിൾ ആയിരിക്കണം, റെസിസ്റ്റന്റ് ആയിരിക്കണം. പാടില്ല. അപ്പൊ ഇത്ര ബയോളജിക്കൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. റിയാക്ഷൻ പീച്ച് കൺട്രോൾ ചെയ്യാൻ ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബയോളജിക്കൽ ബഫേഴ്സ് നമ്മുടെ ഫോസ്ഫേറ്റ് ബഫർ, പ്രോട്ടീൻ ബഫർ, ഹീമോഗ്ലോബിൻ. മെക്കാനിസം ആണ്. കാർബൺ ഡയോക്സൈഡ് CO2 H2 കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ H2CO കാർബോണിക് ആൻഹൈഡ്രേസ് ആണ്. നമുക്ക് ബഫർ എന്ന് പറഞ്ഞാൽ അതായത് പ്രധാനപ്പെട്ട അവിടെ വരുന്ന അതുപോലെ പ്രോട്ടീൻ ബഫർ ആണെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസും ചില പ്രോട്ടീൻസും ആണ് അതിൽ കാണപ്പെടുന്നത്. ഉപയോഗിക്കുന്നത് മറ്റുള്ള ബഫർ സിസ്റ്റവുമായിട്ട് എക്സ്റ്റൻസീവ്ലി അത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഹീമോഗ്ലോബിൻ ബഫർ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും എച്ച്+നെ ബഫർ ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒക്കെയാണ് ഹീമോഗ്ലോബിൻ പ്രധാനമായിട്ടും ക്യാരി ചെയ്യുന്നത്. ഇത്രയും പഠിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ബഫേഴ്സ് ഫോസ്ഫേറ്റ് ബഫറും ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റംസും ആണ്. അപ്പൊ ബഫർ മനസ്സിലായോ? ബഫർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻസ്, 5 ടൈപ്സ് ഓഫ് ബഫർ സിസ്റ്റം, എവിടെയൊക്കെയാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത്, അതിലുള്ള മെയിൻ എലമെന്റ്സ് അല്ലെങ്കിൽ അയോൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നോക്കുന്നത് ഹൈ എനർജി കോമ്പൗണ്ട്സിനാണ്. ഹൈ എനർജി കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആണ് അതിനെ അറിയപ്പെടുന്നത്. അതായത് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്രീ എനർജി -7.3 കിലോ കലോറി പെർ മോളിനേക്കാളും കൂടുകയോ അത് തുല്യമാവുകയോ ചെയ്യുന്നതിനെയാണ് ഹൈ എനർജി എന്ന് പറയുന്നത്. -7.3 കിലോ കലോറി പെർ മോളിനേക്കാളും കുറവാണെങ്കിൽ അത് ലോ എനർജി കോമ്പൗണ്ട്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും ഹൈ എനർജി കോമ്പൗണ്ട്സിലൊക്കെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇവയെ ഹൈ എനർജി ഫോസ്ഫേറ്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഹൈ എനർജി കോമ്പൗണ്ട്സ് എനർജിയാണ് നമുക്ക് തരുന്നത് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഇവയെ ഹൈ എനർജി ബോണ്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിംബൽ. ഈ ഒരു സ്ക്രിബിൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഹൈ എനർജി കോമ്പൗണ്ട്സ് നമുക്ക് 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. പൈറോഫോസ്ഫേറ്റ്സ്, ഈനോൾ ഫോസ്ഫേറ്റ്സ്, അസൈൽ ഫോസ്ഫേറ്റ്സ്, തയോൺ ഫോസ്ഫേറ്റ്സ്, സ്ക്വാനിഡോ ഫോസ്ഫേറ്റ്സ്. പൈറോഫോസ്ഫേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആൻഹൈഡ്രേറ്റ് ബോണ്ട്സ് ഉള്ള എനർജി ബോണ്ട്സ് ആണ് പൈറോഫോസ്ഫേറ്റ്സിൽ ഉള്ളത്. അതായത് ആസിഡ് ഗ്രൂപ്പ്സും അതിന്റെ ഡെറിവേറ്റീവ്സും കണ്ടൻസ് ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്. ATP അതിന് എക്സാമ്പിൾ ആണ്. 2 ഹൈ എനർജി ഡൈഫോസ്ഫേറ്റ് ബോണ്ട്സ് ആണ് അവിടെ വരുന്നത്. ഈനോ ഫോസ്ഫേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൈ എനർജി ബോണ്ട് ഈനോ ഫോസ്ഫേറ്റ് ബോണ്ടാണ്. അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വേറൊരു കാർബൺ ബോണ്ടായിട്ട് ഡബിൾ ബോണ്ടിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈനോൾ ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ ഓർത്ത് വെക്കുക, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. അസൈൽ ഫോസ്ഫേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ്. എക്സാമ്പിൾ 1,3 ബൈഫോസ്ഫോ ഗ്ലിസറേറ്റ്.
തയോൾ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ആബ്സെന്റ് ആണ്, പകരം ഹൈ എനർജി എസ്റ്റർ ബോണ്ട് ആണ് കാണുന്നത്. അസറ്റൈൽ മാത്രമാണ് ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഇല്ലാത്തത്. ഗ്വാനിഡോഫോസ്ഫേറ്റ്സിന്റെ വേറെ പേരാണ് ഫോസ്ഫജൻസ്. ദിസ് ഫോംഡ് ബൈ അറ്റാച്ച്മെന്റ് ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ടു ഗ്വാനിഡിൻ ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഗ്വാനിഡിൻ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഗ്വാനിഡോഫോസ്ഫേറ്റ്സ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ അടുത്തതാണ് റിയാക്ഷൻ കപ്ലിംഗ്. അപ്പൊ പല സെൽസും യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് റിയാക്ഷൻ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് എനർജറ്റിക്കലി അൺഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻ എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷനുമായിട്ട് ലിങ്കിലിട്ടാണ് ഇത് നടക്കുന്നത്. ഇവിടെ വരുന്ന ലിങ്കിങ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മറ്റേ റിയാക്ഷനിൽ പിക്കപ്പ് ചെയ്ത് റിയാക്ഷൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് റിയാക്ഷൻ കൂടി കപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർ റിയാക്ഷൻ കിട്ടുന്നു. A gives us B, അതിന്റെ ഡെൽറ്റ ജി എക്സ് ആണെന്ന് വിചാരിക്കുക. ബി gives us A plus C, അതിന്റെ ഡെൽറ്റ ജി ടു y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓവറോൾ A gives us A plus C എന്ന് പറയുമ്പോൾ അതിന്റെ ഡെൽറ്റ ജി എന്തായിരിക്കും? പ്ലസ് y ആയിരിക്കും. ഇതിലത്തെ പ്രോഡക്റ്റ് ആണ് ഇതിലത്തെ റിയാക്ഷൻ. അപ്പൊ ഇതാണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ATP നമുക്ക് റിയാക്ഷൻ കപ്ലിംഗിൽ ഉപയോഗിക്കാൻ പറ്റും. അതൊരു എക്സാമ്പിൾ ആണ് ഇത് കൊടുക്കുന്നത്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കമ്പൈൻ ചെയ്യുമ്പോൾ സൂക്രോസ് ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് ആൻ അൺഫേവറബിൾ റിയാക്ഷൻ. അവിടെ എന്ത് ചെയ്യുന്നു? ATP ചെയ്യുന്നു. അവിടെ ATP വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻ നടന്ന് റിയാക്ഷൻ കപ്ലിംഗ് സംഭവിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബയോ ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. നമ്മൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ ഫ്രീ എനർജിയുടെ കോൺസെപ്റ്റ്, സ്പോണ്ടേനിറ്റി, KA, PH, PKA, ഹൈ എനർജി കോമ്പൗണ്ട്സ്, ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്കെന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.